നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ റൗണ്ട് ടേബിളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറാനെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും തന്നെയാണ്. അത് സംസാരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം ആശങ്കയോടെ നോക്കുന്ന ഒരു സാഹചര്യം. ഇസ്രായേൽ ഇന്നലെ ഇറാനെ ആക്രമിക്കുന്നു. പ്രത്യാക്രമണമായി ഇറാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ പതിക്കുകയും ഒരാൾ മരണപ്പെടുകയും 60-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊക്കെ ഉപരിയായി ഇന്ന് വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുമായി ഇറാൻ ഏർപ്പെട്ടിരുന്ന ചർച്ചകൾ, അതായത് ഇറാൻ ന്യൂക്ലിയർ ട്രീറ്റിയിൽ ഏർപ്പെടണമെന്നുള്ള അമേരിക്കയുടെ നിബന്ധന, അതിനുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചർച്ചകൾ എങ്ങും എത്തിയില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഘട്ട ചർച്ചകൾ ഒഴിവാക്കി ഇറാൻ പൂർണ്ണമായും മാറുന്നൊരു കാഴ്ച. അതിനേക്കാളൊക്കെ ഉപരിയായി ഇറാനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നൊരു സാഹചര്യം കൂടി വരുന്നു. അതായത് ഇന്നലെ വരെ ഇങ്ങനത്തെ വിഷയങ്ങളിലൊന്നും ഞങ്ങൾക്കൊരു റോളുമില്ല എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക പൂർണ്ണമായ അർത്ഥത്തിൽ പൊതുവിൽ വന്നുകൊണ്ട് പറയുകയാണ്, എത്രയും വേഗം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആണവ കരാറിൽ ഏർപ്പെട്ടില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറയുന്നു. എന്താണ് ശരത്, അല്ലെങ്കിൽ എന്താണ് വേണുഗോപാൽ സാർ തോന്നുന്നത്? നമ്മളൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്? ഇതൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത രണ്ട് വിധത്തിലാണ്. ഒന്ന്, ഇസ്രായേലിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ US-ന്റെ ഉദ്ദേശം ഇറാനെ വരുതിയിലാക്കുക എന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അധികം താമസിയാതെ ചെറിയ ചെറിയ സംഘടനകൾ നടത്തി ഒരു മൽപ്പിടുത്തം നടത്തി അവസാനിക്കാനിടയുണ്ട്. പ്രത്യേകിച്ച് സൗദി, UAE, ബഹ്റിൻ, അതുപോലെ തന്നെ കുവൈറ്റ് തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ആ പ്രദേശത്തൊരു ടെൻഷൻ വേണ്ട, തങ്ങളുടെ അഭിവൃദ്ധിക്ക് അത് ദോഷമാണ് എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത ഏതാനും ആഴ്ചകൾക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം US-നും ഇസ്രായേലിനും ഇറാനിൽ ഒരു അട്ടിമറി നടത്തി ഈ സർക്കാരിനെ മാറ്റി പുതിയൊരു സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് സർക്കാരിന് പകരം ഒരു ന്യൂട്രൽ സർക്കാരിനെ കൊണ്ടുവരിക എന്നതാണെങ്കിൽ, അതല്ലെങ്കിൽ പാകിസ്ഥാനിലെ അസീം മുനീറിനെ പോലെ ഒരാളെ അവിടെ തൽക്കാലത്തേക്ക് പ്രതിഷ്ഠിക്കാനും ഒക്കെയാണ് ഉദ്ദേശമെങ്കിൽ ഇറാൻ വിട്ടുകൊടുക്കില്ല. ഇറാൻ അവസാന നിമിഷം വരെ പോരാടും. അങ്ങനെ പോരാടാൻ തുനിഞ്ഞാൽ ഇറാൻ്റെ ശക്തി പൂർണ്ണമായും അവർ പുറത്തെടുക്കുകയും ഇത് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായി മാറി പശ്ചിമേഷ്യയുടെ സമാധാനത്തെ വളരെയധികം ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. ഈ ഒരു കാര്യം ഇനി വരുന്ന ദിവസങ്ങളിലാണ് തിരിച്ചറിയേണ്ടത്. ഇതെവിടെയാണ് ചെന്നെത്തുക എന്നുള്ളൊരു ആശങ്കയാണുള്ളത്. അതായത് എന്തായാലും ഒരു യുദ്ധസമാനമായ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എവിടെയും നമ്മളൊരു യുദ്ധം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യുന്നതിൻ്റെ പരിഹാരം എവിടെയാണ്, എവിടെ വെച്ച് ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാകും. ഇപ്പോൾ അത് സജീവമായിട്ട് നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും അതീവ വാശിയിലാണ്. അമേരിക്കയ്ക്ക് വ്യക്തമായ ഒരു നിലപാടില്ല. മാത്രമല്ല, ഇതിന് ഇറാൻ, എനിക്ക് തോന്നുന്നു, അവരുടെ ഒരു എന്താ പറയുക അഭിമാനം, ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് തിരിച്ചെങ്ങനെയും ഇതിനകത്ത് നിലനിൽക്കുക അല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കുക എന്നുള്ളൊരു രീതി കൂടി ഉണ്ട്. അതായത് ഇതിനകത്ത് ഏറ്റവും പ്രകടമായിട്ട് കാണേണ്ടത് ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ സംഭവിച്ച അതേ വിഷയമാണ് ഇറാൻ നടക്കുന്നത്. അതായത് ഇറാൻ പൊള്ളവാദങ്ങൾ നടത്തുന്നു. ഇതിനകത്ത് ഇപ്പോൾ 150ഓളം മിസൈലുകൾ കൊണ്ട് അതുപോലെ തന്നെ സൈനിക ആക്രമണം നടത്തിയെന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ F-35 വിമാനങ്ങൾ 2 തൊടുത്തുവിട്ട് തകർത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ അതുപോലെ തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ട് അവർ പറയുന്നത്, നെതന്യാഹു പേടിച്ച് ഏതൻസിൽ അഭയം തേടി എന്നുള്ളൊരു പൊള്ളയായ വാർത്ത അവർ പുറത്തുവിടുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവർ പറയുന്നത് തങ്ങൾ ഈ പാകിസ്ഥാൻ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. ഈ ഒരു സമയത്ത് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ വാദങ്ങൾ, ഇന്ത്യ തെളിവടക്കമാണ് കാണിച്ച് ലോകമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തോടെല്ലാം വിശദീകരിച്ചത് എന്തായിരുന്നു ഇന്ത്യ നടത്തിയതെന്ന്. ഇവിടെ ഇപ്പോൾ ഇറാൻ നടത്തുന്നതും ഇതേ രീതി തന്നെയാണ്. ഇസ്രായേൽ ഇവിടെ കൃത്യമായിട്ട് തെളിവ് വീഡിയോ എല്ലാം തന്നെ റെഫറൻസ് ആയിട്ട് കാണിക്കുമ്പോൾ പോലും ഇറാൻ വാക്കുകൾ കൊണ്ട് അവിടെ നിറയാൻ നോക്കുന്നു, തങ്ങൾ ശക്തിയാണെന്ന് കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർക്ക് പ്രതിരോധം തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത് തങ്ങൾ വലിയ ശക്തിയാണെന്ന് കാണിക്കുക, അതിനുവേണ്ടി ഏതറ്റം വരെയും പോവുക എന്നുള്ള നിലപാടിലേക്ക് അവർ പോകുന്നുണ്ടോ എന്നൊരു ആശങ്കയും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇനി ആണവായുധങ്ങൾ കടന്നു വരുമോ, ഭൂഗർഭാറകളിൽ നിൽക്കുന്ന ആണവായുധങ്ങൾ ഇനി ഭൂമി തുളയ്ക്കാൻ വരുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അത് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇതിനകത്തൊരു പ്രധാന പ്രശ്നം, ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാക്രമണം നടത്തുക എന്നുള്ളത് അവരുടെ ഒരു പ്രതിനിധിയുടെ ഭാഗം കൂടിയാണ്. നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും ചർച്ച ചെയ്തതാണ്.
ശേഷം 1979 ഖുമൈനി ഭരണം അധികാരത്തിലെത്തുന്നതോടുകൂടി അനിസ്ലാമികം എന്ന് പറഞ്ഞ് ഇവർ മാറ്റി നിർത്തിയിരുന്ന ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ അല്ലെങ്കിൽ ആണവോർജ പദ്ധതികളൊക്കെ പതുക്കെ ലോകം അറിയാതെ ഒളിച്ച്, അത് ഇവർക്ക് അതിൻ്റെ ഒരു എന്താ പറയുക തന്ത്രം മനസ്സിലായി. ഒരു ആണവോർജം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈനികേതര ആവശ്യങ്ങളെക്കാൾ ഉപരിയായതൊരു ഇന്റർനാഷണൽ ശക്തി എന്ന രീതിയിൽ ഇറാനെ വളർത്തിയെടുക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ലോകത്തെല്ലായിടത്തും ന്യൂക്ലിയർ ശക്തികൾ ധാരാളമുണ്ട്, പക്ഷേ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന് മേൽ ഈ പറഞ്ഞതുപോലെ ആണവോർജം അല്ലെങ്കിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാത്തത് ഏതെങ്കിലും തരത്തിൽ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള എക്കോളജിയിൽ നമ്മളൊരു ട്രീറ്റിയിൽ ഏർപ്പെടുന്നതുകൊണ്ടാണല്ലോ. നമുക്ക് ആ ട്രീറ്റി ബ്രേക്ക് ചെയ്യപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് പരസ്പരം ആക്രമിക്കാതിരിക്കുന്നത്. അപ്പോൾ ആ ട്രീറ്റിയെ 2015 ഘട്ടത്തിലൊക്കെ ട്രീറ്റിയിലേക്ക് US-ഉമായിട്ടൊക്കെ ഇറാൻ ട്രീറ്റിയിൽ വരുന്നുണ്ട്. പക്ഷേ 2015 ട്രീറ്റിയിൽ വന്നതിന് ശേഷവും ആണവായുധങ്ങൾ വഹിക്കാനുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ 2017 കാലഘട്ടത്തിൽ ഇറാൻ പ്രയോഗിക്കുന്നുണ്ട്. അതായത് എന്താണോ ഉടമ്പടിയിൽ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായാണ് ഇറാൻ ചെയ്യുന്നത്. ശേഷം 2018 കാലഘട്ടത്തിൽ ട്രംപിന്റെ ആദ്യ ഭരണഘട്ടത്തിലാണ് ഈ ട്രീറ്റിയിൽ നിന്നും അമേരിക്ക പിന്മാറുന്നത്. ഈ കള്ളത്തരം പറഞ്ഞ ഇറാനോടൊപ്പം ട്രീറ്റിയിൽ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നീട് ട്രംപ് ഭരണകൂടം മാറി, ബൈഡൻ വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഇറാനോട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ ചരിത്രമുള്ളൊരു സംഭവമാണ്. അപ്പോഴൊന്നും ഇറാൻ കേൾക്കാത്ത ഇറാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ മനസ്സിലാവുന്നത് ഈ ജൂൺ അവസാനത്തോടുകൂടിയാകുമ്പോൾ 90% യുറേനിയം സമ്പുഷ്ടീകരണം പൂർത്തിയായാൽ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവർക്ക് ആണവ വെപ്പൺസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയ ത്രെട്ട് എന്താണുള്ളത്? അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് കൈ പിടിക്കാൻ പറ്റുന്ന ട്രീറ്റികളിലൊന്നും ഒപ്പുവെക്കാത്ത ഇവർക്ക് എന്ത് തോന്നിയ ദിവസവും കാണിക്കാൻ പറ്റുന്ന ഒരു തെമ്മാടി രാഷ്ട്രമായിട്ട് ഇറാൻ മാറില്ലേ? ആ പേടിയാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭയം. കാരണം ഇതൊന്നുമില്ലാഞ്ഞിട്ട് തന്നെ ഇസ്രായേലിനെതിരെ പ്രോക്സി വാർ നടത്തുകയും ഏതൊക്കെ വിധത്തിലുള്ള ശത്രുക്കൾ ഇസ്രായേലിനുണ്ടോ ആ ശത്രുക്കളെ മുഴുവൻ, ഹമാസ് ആവട്ടെ, ഹൂത്തികളാവട്ടെ, സിറിയ ആവട്ടെ, ലിബിയ ആവട്ടെ, ആരെ അവർക്ക് കിട്ടുന്നോ അവരെ വെച്ചിട്ട് ഇറാൻ ഇസ്രായേലിനെതിരെ പടയൊരുക്കത്തിനുള്ള സജ്ജീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് ആണവായുധത്തെ വളരെ ശക്തിയായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അണവായുധം അവിടെ നിർമ്മിച്ചാൽ ഇത് പ്രോക്സി വാർ നടത്തുന്നവരുടെ കൈകളിലേക്ക് കൂടി എത്തിയാൽ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കും എന്ന് മാത്രമല്ല, ആ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, ആ ജനതയുടെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നുള്ളതാണ് ഇസ്രായേൽ ഭയക്കുന്നത്. അതിന് ചില കാരണങ്ങളുമുണ്ട്. കാരണം ഇപ്പോൾ ആണവായുധ ശക്തികളെല്ലാം തന്നെ ഒരു ട്രീറ്റിയിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത്തരത്തിലൊരു ട്രീറ്റിയിൽ ഏർപ്പെടാൻ ഇറാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടു പോകുന്നു ഓരോ കാരണങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ആ ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് US-നെയും അതിനേക്കാൾ ഉപരി ഇസ്രായേലിനെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഈ ആണവായുധങ്ങൾ കുറച്ചൊക്കെ തങ്ങളുടെ പ്രോക്സി ടീമിനുകൂടെ കൈമാറിക്കൊണ്ട് ഇസ്രായേലിനൊരു പ്രഹാരം ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് നടക്കട്ടെ, അതിനുള്ളൊരവസരം കിട്ടുമോ എന്ന് നോക്കുന്നതിനാണ് എന്ന് ഇസ്രായേൽ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി നീണ്ടു പോകേണ്ട, ഇപ്പോൾ തന്നെ അടി ആരംഭിച്ചേക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ആണവായുധത്തെ ഇത്രയും ഭയക്കുന്നതെന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ആണവായുധം ഒരു പരമ്പര തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളത്. അതായത് നേരത്തെ നമ്മൾ പറയേണ്ട ഇപ്പോൾ ആൾബലത്തിലായാലും ആയുധബലത്തിലായാലും ഇരു കൂട്ടരും ഏകദേശം ഒരുപോലെ തന്നെയാണെന്ന് പറയെങ്കിൽ പോലും ഇവിടെ ഒരു ആണവായുധം എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളെല്ലാം കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നത്? എല്ലാവരും അതിനകത്തൊരു ചർച്ചകളിലൂടെ എല്ലാം ആണവായുധത്തിനെ അടക്കി നിർത്തിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, കാരണം ഒരാളുടെ ഒരു ചിന്ത മാറിയാൽ മതി, അല്ലെങ്കിൽ ഒരു കൂട്ടരുടെ ചിന്ത മാറിയാൽ മതി, ലോകത്തെ മൊത്തം നശിപ്പിക്കാൻ അത് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പരമാവധി ഉൾപ്പെടുത്താൻ ഇറാനെയൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ ഇറാൻ അതിൽ നിന്നൊക്കെ സൗകര്യപൂർവ്വം മറക്കുകയാണ്. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഇപ്പോൾ സഹായിക്കുന്നവർ ആരൊക്കെ? അവരൊക്കെ നമുക്കറിയാം, ഒരു കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ചിന്ത, അവരുടെ ഇപ്പം ആത്മാഭിമാനം നഷ്ടപ്പെട്ടു തുടങ്ങി ആണവായുധം പ്രയോഗിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആരോടും ചർച്ച ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ലോകം പിളർന്നു പോവും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ളവർ ഇതിനകത്ത് പരമാവധി ഇറാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ സഹായ ഹസ്തങ്ങളെല്ലാം തന്നെ ഹമാസും ഹൂത്തികളും പോലുള്ള കുറേ പേരാണ് ഇവരുടെ സഹായ ഹസ്തങ്ങളായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇനിയും ഇടപെട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകും. ഇസ്രായേൽ അതിന് മുന്നോടിയായി നൽകുന്ന ഒരു ആക്രമണം, അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഉള്ളറകളിലേക്ക് അവർ പോയിട്ടില്ല എങ്കിൽ പോലും പരമാവധി
ഇതിനെ ചർച്ചകളിലൂടെ നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നേർക്ക് നേർ കായികപരമായിട്ട് നശിപ്പിക്കുക. ഡിഫൻസ് സിസ്റ്റമാണ്. മാത്രമല്ല ഇത് ഇസ്രായേൽ ചെയ്യുന്നത് ഒരുപക്ഷെ ഇസ്രായേലിന്റെ ആത്മാഭിമാനത്തെ മാത്രമല്ല, ലോകം ഒന്നാകെ കൂടെ ഒരു ഗുണത്തിന് വേണ്ടി കൂടെയാണ് കണക്കാക്കുക. അതായത് വളരെ ചെറിയ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 0.02% മാത്രമാണ് ലോക ജനസംഖ്യയുടെ ജൂതന്മാരുള്ളത്. ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശത്തിനെ നശിപ്പിക്കാൻ ഇറാൻ അത് കൈവരിക്കുന്നത്, ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള ശേഷി കൈവരിക്കുന്നതോടുകൂടി തീരുമാനമാവുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് പിന്നെ വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളതെന്നൊരു ചോദ്യത്തിന് സത്യത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഉത്തരം പറയേണ്ടതുണ്ട്. ശരിക്കും അതായത് ഒന്നെങ്കിൽ നിങ്ങൾ ഒരു ആധുനിക മനുഷ്യനാവുക, ട്രീറ്റുകളിൽ ഏർപ്പെടുക, ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് എഴുതി ഉറപ്പ് കൊടുക്കുക, എന്നിട്ട് ആ മോഡേൺ ഇതിന്റെ ഭാഗമായി പോവുക. പക്ഷെ ആണവ റിയാക്ടറുകൾ അവിടെ ഉണ്ടാക്കുകയും ഭൂമിക്കടിയിൽ അത് സ്ഥാപിക്കുകയും അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുകയും അതിനുശേഷം വെപ്പൺസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ ഇവർ മെനക്കെടുന്നുണ്ട്. എന്നാൽ അത് സമ്മതിച്ചും കൊടുക്കുന്നില്ല. ഇതിപ്പോ ആദ്യമായല്ലേ, ഇതിനൊരു ഞാൻ പറഞ്ഞില്ല, ഇതിന് നൂറ്റാണ്ടിൽ നീളുന്നൊരു ചരിത്രം കൂടിയുണ്ട്. അപ്പൊ നമുക്കതിനെ ഇറാനൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത്, തിരിച്ചാക്രമിക്കും. അത് ഇവര് ജൂൺ വരെ ഒന്ന് ഇസ്രായേലിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ മിലിഷ്യ ഗ്രൂപ്പുകൾ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് ഒരു 10ഓളം ആണവ ശക്തികളാണുള്ളത്. അതിനകത്ത് തന്നെ നമ്മൾ ഈ പേരില്ലാത്തവർ കൂടി കടന്നു കയറുമ്പോഴുണ്ടായിരുന്ന പ്രശ്നം ഇസ്രായേലിന്റെ നിലനിൽപ്പ് അവർ അതും കൂടെ നോക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് നേരെ ഈ വലിയൊരു വിഭാഗം തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇല്ലാതായി പോകും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇറാനും ഹമാസും എല്ലാം കൂടെ കൂടിച്ചേർന്നത് ഇസ്രായേലിനെതിരെ ഇപ്പം അവർ പറയുകയാണ്, ഇപ്പോൾ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ തരിപ്പണമായി പോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ അവരാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുന്നു. ഇതിലെല്ലാവരും കൂടെ ചേരുക പോലും വേണ്ട. പണ്ട് ഹിരോഷിമയിൽ 2ാം ലോകമഹായുദ്ധ കാലത്ത് വർഷിച്ച ബോംബെന്ന് പറയുന്നതിൻ്റെ 500 ഇരട്ടിയിലധികം പ്രകരശേഷിയുള്ളതാണ് ഇന്ന് നിർമ്മിക്കപ്പെടുന്ന അണുബോംബുകൾ. അതുണ്ടാക്കുന്ന നാശം അതിദൂരവ്യാപകമായിരിക്കും. അത് ഒരുപക്ഷെ ആ പ്രദേശത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമാക്കും വിധമുള്ള സൈഡ് എഫക്ട്സുകൾ വീണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഹിരോഷിമയിൽ അന്ന് വിക്ഷേപിച്ചത് എന്ന് പറയുന്നത് ആ നഗരത്തെ അല്ലെങ്കിൽ നാഗസാക്കിയിലെ നഗരത്തെയും പരിസര പ്രദേശങ്ങളെയും മാത്രമാണ് ബാധിച്ചതെങ്കിൽ ഇനി വർഷിക്കാൻ പോകുന്ന ബോംബുകൾ എന്ന് പറയുന്നത് അറ്റോമിക് എനർജിയുടെ ഏറ്റവും ശക്തമായ ബോംബുകളാണ്. അത് 500 ഇരട്ടി പ്രകരശേഷി വരെ ഉള്ളതാണ് ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം അവ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലോകത്തിൻ്റെ വിനാശത്തിന് കാരണമാക്കും. ഇനി അത് ആ പ്രദേശത്ത് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇതിൻ്റെ പ്രസരണം എത്തിച്ചേരുകയും അത് അടുത്ത തലമുറകൾക്ക് പോലും കൈമാറി വളരെ ദോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിപത്താണ്. അതുകൊണ്ട് അണുവായുധം ആരുടെ കയ്യിലുണ്ടോ അവരെ നിയന്ത്രിക്കേണ്ടത് ലോകത്തിൻ്റെ അത്യാവശ്യമാണ്. അതിനൊരു ലോക പോലീസായിട്ട് ആരെങ്കിലും വരുന്നതിനെ നമുക്ക് പൂർണ്ണമായും തെറ്റു പറയാനും കഴിയില്ല. ഇപ്പോൾ റഷ്യ അടക്കമുള്ളവരത് ഉണ്ടെങ്കിൽ പോലും, മാനവശക്തിയായിട്ട് ഉണ്ടെങ്കിൽ പോലും അവർ ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു പക്വത അത് പറയണം. മോഡേൺ അതാണ് പറഞ്ഞത്, റഷ്യയെ പോലെ എന്തെങ്കിലും ചെയ്യുന്നത്. പക്ഷെ അതാണ് നമ്മളെ പേടിപ്പിക്കുന്നതാണ്. നമ്മുടെ കയ്യിലെ ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു പാകിസ്ഥാന്റെ കയ്യിലാണ് ഇത് ഉള്ളത്. പാകിസ്ഥാനാണ് ഇങ്ങനെ ട്രീറ്റുകളിൽ ഏർപ്പെടാതെ ആണവ ഊർജ്ജം നിർമ്മിക്കുന്നില്ല, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകുന്നതിന് ഇന്ത്യ വെറുതെ ഇരിക്കുമോ? അതെ, സ്വാഭാവികമായിട്ടാണ്. നാളെ ഒരു കാലത്ത് എന്തെങ്കിലും നടന്നതിന് ശേഷം മാത്രമല്ല വരും തലമുറയെ പോലും അതിന്റെ വികിരണങ്ങൾ ഏൽക്കും. മാത്രമേ ഞാൻ ഒരു പരമ്പര തന്നെ ഇവിടെ കൊണ്ടിട്ടിട്ട് അവിടെ കൊണ്ടിടുന്നതിൽ അർത്ഥമൊന്നുമില്ല, എല്ലാം നശിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു ആണവ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ, ആണവ ആക്രമണം ഉണ്ടാകാതിരിക്കാനാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലും ഈ ശ്രമം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ്. അമേരിക്കൻ ഇൻവോൾവ്മെന്റ് എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവരും ഇതിനകത്ത് ഇപ്പൊ പ്രഥമ പരിഗണന കിട്ടുന്നു, അല്ലെങ്കിൽ അവർ ഈ ഒരു സ്ഥാനത്തിൽ അർഹരായവർ കൂടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. നമ്മൾ അമേരിക്കയോടുള്ള എതിർപ്പ് കാരണം മാറി നിൽക്കേണ്ടതില്ല. മറ്റേ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഇറാന് കുറച്ചുകൂടെ മമതയുള്ളത്. അപ്പൊ അങ്ങനെയും കൂടെ നിന്നിട്ട് ചേരേണ്ടതാണ് അവിടെ. അപ്പോൾ ഇപ്പോഴും മാറി നിൽക്കുക. 2015 ഈ ഒബാമയുടെ കാലഘട്ടത്തിലാണ് ഈ ഇറാനെ ഇത്രയും വർഷത്തിനിടയ്ക്ക് മെരുക്കിയെടുത്തൊരു ട്രീറ്റിയിൽ കൊണ്ടിരുന്നത്. എന്നിട്ട് പോലും ഇവരത് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ഇത്രയും വർഷങ്ങളായില്ലേ, എന്നിട്ടും ഇവർ അനുസരിക്കുന്നില്ല. ഇനി ആരാണ് അനുസരിപ്പിക്കുക? ഇവരുടെ ഈ ഒരു ഇവർക്ക് ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഇവരുടേതാണ്. ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ ഇവർക്ക് മാത്രം മതി അപ്രമാദിത്വം എന്നുള്ളൊരു അഹങ്കാരമാണ് സത്യത്തിൽ ഇറാൻ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു പ്രദേശം കൂടി വേണ്ട. അത് വളരെ വ്യക്തമായിട്ട് ഖൊമേനിയുടെ പ്രസംഗങ്ങൾ ഉണ്ടല്ലോ, സിയണിസ്റ്റ് മൂവ്മെന്റ്സിന്, അതായത് ജൂതന്മാരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല നാളെ കൂടെ കരുതിയല്ലേ അവർ ചെയ്യുള്ളൂ. ഇപ്പൊ ഇത് വെച്ചിട്ട് നാളെ ഇവര് വിലപേശൽ നടത്തുകയല്ലോ. അതായത് നിങ്ങൾ സംരക്ഷണം ഇപ്പൊ ഇത്രയും കരുതി വെച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നമ്മളോടൊപ്പം ചേരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവർ പരമാവധി ആളുകൾ ശേഖരിക്കുക, അതുവഴി ലോകത്തെ ഭീഷണിപ്പെടുത്തി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചൊൽപ്പടിക്ക് കൊണ്ടുവരിക. ആ രീതിയാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ പറഞ്ഞ മതം കൊണ്ട് നടന്നില്ല എങ്കിൽ ഇതുപോലത്തുള്ള ആയുധങ്ങൾ കൊണ്ട് മെരുക്കുക എന്നുള്ള രീതിയായിരിക്കും. അത് നമുക്ക് ഇതിനകത്ത് ഓരോ മര്യാദകളുണ്ടല്ലോ, യുദ്ധമര്യാദകളുണ്ട്, ഇതിനു വേണ്ടിയുള്ള നേരത്തെ ട്രീറ്റി കരാറുകളുണ്ട്, അതൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യാതെ ഈ രീതിയിലേക്ക് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നും പേപ്പർ വർക്കിലൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് അവരുടേതായ രീതിയിലേക്ക് ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി. നാളെ അതിനായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നല്ലേ സാർ? അത് ഇന്നലെ ഞാൻ US-ലെ NSAയുടെ മുൻ ചീഫ് ജോൺ ബോൾട്ടിന്റെ ഒരു സ്പീച്ച് കേൾക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഇസ്രായേൽ നടത്തുന്ന ഇന്നത്തെ യുദ്ധം വളരെ അത്യാവശ്യമാണ്, അതിൽ US കൂടി സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ട്രംപ് ആടിക്കളിക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു രീതി കാണിക്കുന്നത് ശരിയല്ല. അതേസമയം ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേൽ ചെയ്തത് ശരിയാണെന്ന് പൂർണ്ണമായും പറയുകയുണ്ടായി. പക്ഷേ എന്നാൽ ഇന്ന് ട്രംപിൻ്റെ സ്റ്റാൻഡ് കുറേ മാറ്റിയിട്ടുണ്ട്. ട്രംപ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇറാനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാനോട് പറഞ്ഞിട്ടുണ്ട്, ഈ വാർ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് നിങ്ങൾ ട്രീറ്റിയിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പല ഭവിഷ്യത്തുകളും നിങ്ങൾക്ക് സൃഷ്ടിക്കും, തകർത്ത് കളയും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, ഇസ്രായേൽ നടത്തിയതിനെ എക്സലന്റ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അതും ഇന്ന് ഒരു പുതിയ നീക്കമാണ്. അത് എക്സലന്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏറ്റവും മനോഹരമായിരുന്നു, ഭംഗിയായിരുന്നു എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടതാണ് ചെയ്തതെന്ന് ഇന്ന് ട്രംപും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് ഇറാനെതിരെ US-ഉം ഇസ്രായേലും ചേർന്നുകൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊരു പ്രധാന കാരണമാണ്. പക്ഷേ ഇറാൻ്റെ ഭയം തങ്ങളുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് ഇസ്രായേലും US-ഉം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ അന്ത്യശ്വാസം വരെ ഈ യുദ്ധം കൊണ്ടുപോകുക എന്നുള്ളതായി മാറുകയും ചെയ്യും. അതാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം. അതായിരിക്കും നമുക്ക് വിപത്തായി വരുമോ അല്ലെങ്കിൽ രക്ഷയായി വരുമോ എന്നുള്ളതും നമ്മൾ ആശങ്കപ്പെടുന്നത്. നമുക്ക് കാത്തിരുന്ന് മാത്രമേ ആ കാര്യം കണ്ടെത്താൻ കഴിയൂ. എന്തായാലും പശ്ചിമേഷ്യയുടെ സമാധാനം താൽക്കാലികമായെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് തുടർന്നു പോകാതെ എത്രയും പെട്ടെന്ന് അവസാനിക്കണമെങ്കിൽ US-ഉം ഇറാനും ഇസ്രായേലും ഒന്നിച്ച് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ആ ഒത്തുതീർപ്പിന് ആര് മുൻകൈ എടുക്കും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം.